ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡെവലപ്പർ മാസ്റ്റർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ സ്റ്റോറേജിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ലോക്കൽ സ്റ്റോറേജിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒന്ന് ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബ്രൗസറിനകത്ത് തന്നെ ലോക്കലി സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക്കലി എങ്ങനെ ബ്രൗസറിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് ഇൻസ്പെക്റ്റ് ചെയ്യണം. ഇൻസ്പെക്റ്റിനകത്ത് ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലോക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ലോക്കൽ സ്റ്റോറേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കീ വാല്യൂ, ഇതാണ് നമ്മുടെ പേജ്. അതിൽ കീ വാല്യൂ പേഴ്സായിട്ടായിരിക്കും നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ ഡാറ്റ സേവ് ചെയ്യുന്നത്. അപ്പോൾ ലോക്കൽ സ്റ്റോറേജ് മാത്രമല്ല, ബ്രൗസറിനകത്ത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ സ്റ്റോറേജ് മെത്തേഡ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് മെത്തേഡ്സ് ഉണ്ട്. ലോക്കൽ സ്റ്റോറേജ് ഉണ്ട്, സെഷൻ സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് DB ഉണ്ട്, വെബ് SQL, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് സ്റ്റോറേജസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക്കൽ സ്റ്റോറേജിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞൊരു കീ വാല്യൂ പേഴ്സായിട്ടായിരിക്കും ഡാറ്റ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഡാറ്റ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് സെറ്റ് ഐറ്റം എന്നുള്ളതാണ് നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. സെറ്റ് ഐറ്റം, അതിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് കീ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ നെയിം എന്നുള്ളതാണ് കീ ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പേര്, രാഹുൽ എന്നുള്ളൊരു നെയിം ഞാനിവിടെ അതിൻ്റെ പേരായിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കീ ആയിട്ട് നെയിം എന്നുള്ളതും അതിൻ്റെ വാല്യൂ ആയിട്ട് രാഹുൽ എന്നുള്ള നെയിം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരെണ്ണം ഇതുപോലെ സ്റ്റോർ ചെയ്യണം ലോക്കൽ സ്റ്റോറേജിനകത്ത്. അതിനായിട്ട് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് സെറ്റ് ഐറ്റം ഓഫ് കീ. ഏജാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഏജ് 25 എന്നുള്ളത് ഞാൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ആപ്ലിക്കേഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഏജ് 25 എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വാല്യൂ നമുക്ക് ക്ലിയർ ചെയ്യണമെന്ന് വയ്ക്കാം. അതിനായിട്ട് നമുക്ക് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് റിമൂവ് ഐറ്റം, ഫസ്റ്റ് നമുക്ക് നെയിമാണ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ റിമൂവ് ഐറ്റം ഓഫ് നെയിം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഇപ്പോൾ എന്തായി, നെയിം എന്നുള്ളത് ഇവിടുന്ന് ഡിലീറ്റ് ആയില്ലേ. ഇനി അടുത്തായിട്ട് നമുക്ക് ഏജ് ഡിലീറ്റ് ചെയ്യണം. അതിനായിട്ട് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് റിമൂവ് ഐറ്റം, നെയിമിന് പകരം ഏജ് എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ കീയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. ഇത് കൊടുത്തപ്പോൾ എന്തായി, ഏജും പോയി. ഇനി നമ്മളിവിടെ ഇത് നമുക്ക് കിട്ടണം. അതായത് ഇതിനെ ഗെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരെണ്ണം ആഡ് ചെയ്യാം. ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഡെസിഗ്നേഷൻ എന്നുള്ളൊരു കീ ഞാൻ ആഡ് ചെയ്യണം. ഡെസിഗ്നേഷൻ വെബ് ഡെവലപ്പർ എന്നുള്ളൊരു ഡെസിഗ്നേഷൻ ഞാൻ ആഡ് ചെയ്തു. ശരി, ഇവിടെ എന്തോ എറർ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് സെറ്റ് ഐറ്റം എന്നുള്ളത് കൊടുത്തിട്ടില്ല. അതാണ് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് സെറ്റ് ഐറ്റം ഓഫ് ഡെസിഗ്നേഷൻ വെബ് ഡെവലപ്പർ എന്നുള്ളത് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ എന്തായി, ഇവിടെ ആ ഡെസിഗ്നേഷൻ എന്നുള്ള കീയും അതിൻ്റെ വാല്യൂ ആയിട്ട് വെബ് ഡെവലപ്പർ എന്നുള്ളതും ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പേജ് ഇപ്പോൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവില്ല,
ഈ വാല്യൂ ഇവിടെ പോവില്ല. ഇപ്പോൾ ഞാൻ ഈ പേജ് റീലോഡ് ചെയ്യാണ്. പേജ് റീലോഡ് ചെയ്തു. അപ്പോഴെന്താ ഈ ഡാറ്റ ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിനെ ഗെറ്റ് ചെയ്യാനായിട്ട് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം ഓഫ് അതിൻ്റെ കീ ഡെസിഗ്നേഷൻ എന്നുള്ളതാണ് നമ്മുടെ കീ. അപ്പോൾ ഡെസിഗ്നേഷൻ എന്നുള്ള കീ കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ് ഡെവലപ്പർ എന്നുള്ളത് നമുക്കിവിടെ കിട്ടി. ഇനി ഞാനിത് റിമൂവ് ചെയ്യണം. ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് റിമൂവ് ഐറ്റം ഏജ് അല്ല ഡെസിഗ്നേഷൻ നമുക്ക് റിമൂവ് ചെയ്യേണ്ട. അപ്പോൾ ഡെസിഗ്നേഷൻ എന്നുള്ളത് ഞാൻ കൊടുത്തു. അപ്പോൾ എന്തായി, അത് പോയി. ഇനി ഞാനിവിടെ അത് ഗെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇനിയൊന്ന് ഗെറ്റ് ചെയ്ത് നോക്കാം. ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റംസ് ഡെസിഗ്നേഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലാണ് ഇവിടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ലോക്കൽ സ്റ്റോറേജിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.